മമ്മി അടുക്കളക്കാർ കുത്തിയിരിക്കാനേ എനിക്ക് നേരം ഉണ്ടാവുകയുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കാം. ഒരു റെസ്റ്റ് ഇല്ലല്ലോ ദൈവമേ. പണിയെടുത്ത് മനുഷ്യന്റെ നടുവടിയാറായി. എന്റെ ദൈവമേ, എന്തോരം പാത്രങ്ങളാ! ഈ പാത്രങ്ങളൊക്കെ ഇനി എപ്പോ കഴുകി തീരാനാ? ഇവിടെ വല്ല ഡിഷ് വാഷർ വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഈ പാത്രങ്ങളൊക്കെ കഴുകി മനുഷ്യന് മടുത്തു. ഇതിൽ നിന്നൊക്കെ എപ്പോഴാണോ എനിക്കൊരു മോചനം ഉണ്ടാവുക? മോളെ ലെച്ചൂസേ, എന്താ മമ്മി വിളിച്ചേ? ആ മോളെ, അമ്മക്കിന്ന് പിടിപ്പുള്ള പണിയുണ്ട്. മമ്മിയുടെ പണിയൊന്നും കഴിഞ്ഞില്ല. മോളെ മമ്മിക്ക് പാത്രങ്ങൾ കഴുകി തരുമോ? എന്താണ് മമ്മി പറയണത്? മമ്മിക്കറിയില്ല എനിക്ക് സോപ്പ് അലർജി ഉണ്ടെന്ന്. സോപ്പ് അലർജിയോ? നിനക്കിപ്പോ വന്ന് ഇതാ പറയണത്. മമ്മിക്ക് ഇടിയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ആണോ മക്കളെ വിഷമിക്കണ്ടേട്ടാ. മമ്മി പാത്രം കഴുകാനേ വാഷിംഗ് ഗ്ലൗസ് വാങ്ങി വെച്ചിട്ടുണ്ട്. മക്കൾ അതിട്ടോണ്ട് പാത്രം കഴുകി വെച്ചോട്ടോ. വാഷിംഗ് ഗ്ലൗസോ? മമ്മി ഇതൊക്കെ എപ്പോ വാങ്ങി? നിന്നെ പോലെ പഠിച്ചുള്ള വീട്ടിലെ ഇതെല്ലാം ഇതിനപ്പുറം വാങ്ങേണ്ടി വരും. മമ്മിയോട് ഞാൻ ഇന്ന് സത്യം പറയാലോ? മമ്മിക്കറിയാലോ എനിക്ക് മമ്മിയോട് കള്ളം പറയാനൊന്നും പറ്റില്ലെന്ന്. മമ്മിയില്ലേ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ എനിക്ക് ക്യൂടെക്സ് വാങ്ങിച്ചെന്നില്ലേ, ഒരു പുതിയ ക്യൂടെക്സ്. ഞാനത് ഇട്ടേക്കും മമ്മി. അയ്യോ പാവ മമ്മി, ഞങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാ അത്രയും പൈസയുടെ ക്യൂടെക്സ് ഒക്കെ വാങ്ങിയത്. എന്തിനാ മമ്മി അത്രയും പൈസയുടെ ക്യൂടെക്സ് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നത്? മമ്മിക്ക് വേറൊന്നും തോന്നല്ലേ മമ്മി? ക്യൂടെക്സ് ഇട്ടല്ലായിരുന്നെങ്കിലേ മമ്മി പറയാതെ ഞാൻ ഇതൊക്കെ കഴുകി തന്നേനെ. അയ്യോ ചോ മമ്മിയുടെ മുത്തിങ്ങനെ വിഷമിക്കാതെ. മമ്മിയുടെ കയ്യിലെ ഇനി ക്യൂടെക്സ് വാങ്ങി തരാനുള്ള പൈസയൊക്കെ ഉണ്ട് കേട്ടോ. അതാത്തിട്ട് മമ്മിയുടെ പൊന്നു മോളെ വിഷമിക്കണ്ട കേട്ടോ. മമ്മിയുടെ മോളെ വേഗം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തന്നെ. എന്തൊക്കെ പറഞ്ഞിട്ട് ഈ മമ്മി എന്നെ വിടാനുള്ള ഒരു ലക്ഷണവും ഇല്ലല്ലോ. നീ എന്താണ് പുറകിൽ നിന്നും പിറവിറക്കുന്നത്? അതെന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി മമ്മി. നാളെ എനിക്ക് മാത്സിന്റെ ടെസ്റ്റ് എക്സാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറേ പഠിക്കാനുണ്ട് മമ്മി. അതെടി അതെനിക്കറിയാം. അത് നിനക്ക് എപ്പോ ഉള്ളതാണല്ലോ. എന്ത് പറഞ്ഞാലും നിനക്ക് ഒരു കുന്നോളം പഠിക്കാനുള്ള കഥ. ഞാനെന്ത് ചെയ്യാനാ മമ്മി ഈ ടീച്ചർമാരുടെ ഒക്കെ ഒരു കാര്യം? ഞാനൊരു കാര്യം ചെയ്യാം. ഞാനേ ഈ പാത്രം കഴുകാനേ ഇപ്പൊ പിങ്കി മോളെ ഇങ്ങോട്ടേക്ക് വിടാം. അയ്യോ ആരൊന്നും ചെയ്യണ്ട, ഒന്ന് പോയി തന്നാ മതി ഇവിടുന്ന്. എന്നാ ശരി മമ്മി, ഞാൻ പോയി പഠിക്കട്ടെ. എവിടുന്നാണോ ദൈവമേ എനിക്ക് ഇങ്ങനെ രണ്ട് മക്കളെ കിട്ടിയത്? അതെവിടുന്നാ ഇത്രയും നല്ല മണം വരുന്നത്? അമ്മേ ഫ്രഞ്ച് ഫ്രൈസോ? ഇത് എവിടുന്ന് കിട്ടി ചേച്ചിക്ക്? എവിടുന്ന് കിട്ടിയെന്നോ? എവിടുന്ന് കിട്ടാൻ? ഇതെനിക്ക് എന്റെ മമ്മി ഉണ്ടാക്കി തന്നത്. എന്താ ചേച്ചി പറയണത്? മമ്മിയോ? അപ്പൊ മമ്മി എനിക്ക് ഉണ്ടാക്കി തന്നില്ലല്ലോ. സൂപ്പർ. എന്താന്നറിയില്ല പിങ്കി മോളെ, എന്തൊരു ടേസ്റ്റ് ഇതിന്. ചേച്ചി 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 പ്ലീസ് ചേച്ചി എനിക്ക് ഒരെണ്ണം തരുവോ പ്ലീസ് ചേച്ചി? ഒന്ന് പോടി അവിടുന്ന്. നീയേ ഇത് മാത്രം എന്നോട് ചോദിക്കണ്ട, ഞാൻ തരില്ല. എന്തോന്ന് ചേച്ചി ഇത്? ഞാൻ ഒരെണ്ണല്ലേ ചോദിച്ചുള്ളൂ, എനിക്ക് ഒരെണ്ണം തന്നുകൂടെ? അല്ലടി നിനക്കിത് ഞാൻ ഈ ബക്കറ്റോടെ തരാം. ആഹാ ചേച്ചി കട്ടക്കായോ? ഞാനിതിപ്പോ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ ചേച്ചി എനിക്ക് ഒരെണ്ണം പോലും തന്നില്ലെന്ന് എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കും മമ്മിയോട്. അയ്യേ പിങ്കി മോളെ നീ ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇനി ഇതിലാകെ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ചേച്ചി പ്ലീസ് ചേച്ചി ആ ഒരെണ്ണെങ്കിലും എനിക്ക് താ. അയ്യോ സോറി പിങ്കി മോളെ, നടക്കൂല. എന്താണെന്നറിയില്ല ഈ ഫ്രഞ്ച് ഫ്രൈസിന് എന്താണോ ഇത്രയും ടേസ്റ്റ്? എനിക്കറിയാം ചേച്ചിക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. അയ്യേ മമ്മിക്കും നിന്നോട് സ്നേഹമില്ല, ആർക്കും നിന്നോട് സ്നേഹമില്ല. അല്ലെങ്കിലും ആർക്കും വേണ്ടാത്ത കുട്ടിയാണല്ലോ ഞാൻ. മക്കളെ പിങ്കി മോളെ നീ വിഷമിക്കാതിരിക്കേ. മമ്മി എന്തുകൊണ്ടായി ഫ്രഞ്ച് ഫ്രൈസ് ചേച്ചിക്കുണ്ടായി തന്നുള്ള സീക്രട്ട് മമ്മക്കൊക്കെ അറിയാമോ? എന്റെ പൊന്നു ചേച്ചിയല്ലെന്ന് വേഗം പറഞ്ഞു തന്നോ. അതെ ചേച്ചി നേരത്തെ പഠിച്ചോണ്ടിരുന്നപ്പോഴേ ചേച്ചിക്ക് വെള്ളം കുടിക്കാൻ നയിച്ചു. അങ്ങനെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് കിച്ചണിലേക്ക് പോയി. അപ്പൊ ഞാൻ നോക്കുമ്പോഴേ നമ്മുടെ മമ്മി കിച്ചണിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ ഓർത്തു പാവം നമ്മുടെ മമ്മിയല്ലേ, മമ്മീനെ ആരും സഹായിക്കാനില്ലല്ലോ, നമ്മൾ വേണ്ട മമ്മിയെ സഹായിക്കാനേ. അപ്പൊ ഞാൻ എന്ത് പണിയെടുത്തു? മമ്മി പറയാതെ തന്നെ മമ്മിക്ക് വേണ്ടിട്ട് മുഴുവൻ പണികളും ചെയ്തു കൊടുത്തു. ഞാനുണ്ടല്ലോ പിങ്കി മോളെ, ഞാൻ മമ്മിക്ക് വേണ്ടിട്ട് പച്ചക്കറികൾ അരിഞ്ഞു കൊടുത്തു, എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കൊടുത്തു, എന്നിട്ട് മുറികളൊക്കെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി കൊടുത്തു. ഈ പണികളൊക്കെ ചേച്ചി ചെയ്തെന്നോ? സാധാരണ ഈ പണികളൊന്നും ചേച്ചി ചെയ്യാറില്ലല്ലോ. ഇതാ നിന്റെ കുഴപ്പം. നിനക്കൊക്കെ ഒരു സഹായമായിക്കോട്ടെ എന്ന് കൊണ്ട് പറഞ്ഞു തരുമ്പോ എന്റെ വിട്ടിട്ട് കയറാം. അയ്യോ ഇല്ല ചേച്ചി പറഞ്ഞതാ. ആ ശരി ഞാനൊക്കെ പറഞ്ഞു തരാം, നീ മിണ്ടാതെ കേട്ടോളണം. എന്റെ പൊന്നോ ശരി. മക്കൾ ഒരു കാര്യം ചെയ്യ്, മക്കൾ അടുക്കളയിലേക്ക് ചെല്ലി. എന്നിട്ട് അടുക്കളയിൽ മമ്മിക്ക് വേണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്തു കൊടുക്ക്. കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ മതി കേട്ടോ.
പിന്നെ ശ്രദ്ധിക്കണം, വലിയ പണികളൊന്നും ചെയ്യണ്ട, കുഞ്ഞു കുഞ്ഞു പണികൾ ചെയ്താൽ മതി. വല്ല പാത്രം കഴുകി വെക്കലോ അങ്ങനെ എന്തെങ്കിലും പണികൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മമ്മിക്ക് വളരെ സന്തോഷമാകും. അങ്ങനെ മമ്മിക്ക് സന്തോഷമാകുമ്പോഴേ മമ്മി മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസോ ബിരിയാണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. ശരി ശരി, ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യാം. അയ്യോ പാവം പാവം, ആ പൊട്ടത്തിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ അടുക്കളയിലത്തെ പാത്രം മുഴുവൻ അവൾ തന്നെ കൈവെക്കും. അയ്യോ മണ്ടത്തി. ഞാനിപ്പോൾ എന്ത് സഹായം മമ്മിക്ക് ചെയ്തു കൊടുക്കാ? ചോറും കറിയൊക്കെ മമ്മി ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ആ ഒത്തിരി പാത്രം കഴുകാൻ കിടക്കുന്നുണ്ടല്ലോ. ചേച്ചി പറഞ്ഞതുപോലെ ഈ പാത്രം മുഴുവൻ കഴുകി വെച്ചു കൊടുക്കാം. ഈ പാത്രം മുഴുവൻ കഴുകിയിട്ട് മമ്മിയെ സോപ്പിടാം. അതിന് സിങ്കിന് എന്തൊരു പൊക്ക. ഇതെങ്ങനെ ഈ പാത്രം മുഴുവൻ ഞാൻ കഴുകി വെക്കും? ഇത് കഴുകി വെക്കാൻ എനിക്ക് എത്തില്ലല്ലോ. എന്ത് ചെയ്യും ഞാൻ? ഒരു ഐഡിയ ഉണ്ട്. ഈ തണയുടെ മുകളിൽ കയറിയിരിക്കാം, എന്നിട്ട് മുഴുവൻ പാത്രവും കഴുകി വെക്കാം. ഈ തണയുടെ മുകളിൽ കയറിയിരുന്നാലേ കറക്റ്റ് എനിക്കുള്ള പൊക്കം കിട്ടും. എന്നിട്ട് എല്ലാ പാത്രവും കഴുകി വെച്ചിട്ട് വേണം മമ്മിക്ക് കാണിച്ചു കൊടുക്കാൻ. ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴുകി വെച്ചത് കാണുമ്പോൾ മമ്മിക്ക് പേർത്ത് സന്തോഷാവും. ഇതിന്റെ മുകളിൽ എങ്ങനെയെങ്കിലും കയറിയിരിക്കാം. അയ്യോ, ഇങ്ങനെ കയറിയിരുന്നിട്ടും എനിക്ക് കപ്പും പാത്രങ്ങളും ഒന്നും എത്തുന്നില്ലല്ലോ. അയ്യോ, പാത്രങ്ങളൊക്കെ മുഴുവൻ താഴെ വീണല്ലോ. അയ്യോ അമ്മേ, ഞാനും വീണേ. അയ്യോ രക്ഷിക്കണേ, ഞാൻ താഴെ വീണേ. ഈ പാത്രങ്ങളും പൊട്ടിയേ. അയ്യോ മക്കളെ, പിങ്കി മോളെ, ഇതെന്നാ പറ്റിയതാ? മമ്മി, ഞാൻ തടിയുടെ മുകളിൽ നിന്ന് തെന്നി വീണതാ മമ്മി. തെന്നി വീണതോ? എന്റെ മക്കളെ, നീ എന്തിനാ ഇപ്പൊ സിങ്കിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? അത് ഞാൻ മമ്മിയെ സഹായിക്കാൻ വേണ്ടിട്ട് പാത്രം കഴുകാൻ വന്നതാ. പാത്രം കഴുകാനോ? നിന്നോട് ആരാ ഇപ്പൊ പാത്രം കഴുകാൻ പറഞ്ഞത്? അത് പിന്നെ മമ്മി, അത് ഞാൻ മമ്മിക്ക് ഒരു സഹായം ആയിക്കോട്ടെ നോക്കാം. ഹോ, സഹായം ചെയ്യാൻ പറ്റിയ ഒരാള്. ഒരു പെണ്ണെ, നിനക്കറിയില്ല നിന്റെ കൈ അവിടെ എത്തില്ലെന്ന്. അതുകൊണ്ടാ മമ്മി ഞാൻ ഈ കൗണ്ടർ ടോപ്പിലേക്ക് കയറിയത്, അവിടെ നിന്ന് കഴുകി വെക്കാൻ വേണ്ടിട്ട്. അല്ല, നിന്നോട് ആരാ ഇപ്പൊ ഇതിന്റെ മുകളിലൊക്കെ വലിഞ്ഞിട്ട് കയറാൻ പറഞ്ഞത്? അത് പിന്നെ ചേച്ചി പറഞ്ഞിട്ടാ മമ്മി. മമ്മി ചേച്ചിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുത്തില്ലേ? എന്ത് ഫ്രഞ്ച് ഫ്രൈസാ? ഇതെപ്പോ ഉണ്ടാക്കി? അത് ചേച്ചി എന്നോട് പറഞ്ഞു. ചേച്ചി മമ്മിക്ക് സഹായിച്ചു തന്നപ്പോ മമ്മി ചേച്ചിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുത്തെന്ന്. അതുപോലെ ചേച്ചി എന്നോട് മമ്മിയെ സഹായിക്കാൻ പറഞ്ഞു. അപ്പൊ മമ്മി എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ മമ്മി ഞാൻ ഈ പാത്രം കഴുകാൻ കയറിയത്. ഡി ലച്ചു, ലച്ചു ഒന്നിങ്ങ് വന്നേ. എന്താ മമ്മി വിളിച്ചേ? നീ എന്തിനാണ് പിങ്കി മോളോട് പാത്രം കഴുകി വെക്കാൻ പറഞ്ഞത്? ദേ അവിടെ എത്തി തലയുടെ മുകളിൽ നിന്ന് തലയും കുത്തി താഴെ വിട്ട് പോകരുത് കണ്ടാ? അത് ഞാൻ മമ്മിയോട് പറഞ്ഞില്ലേ അവളെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കാമെന്ന്. അമ്പടി ചേച്ചി, അപ്പഴേ ചേച്ചിയുടെ അടവായിരുന്നല്ലേ? അല്ലാതെ പിന്നെ? അല്ല അത് പോട്ടെ, നിനക്ക് എവിടുന്നാ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയത്? അതില്ലേ മമ്മി, ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഞാൻ